ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു കടലക്കറിയുടെ റെസിപ്പിയാണേ. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വറുത്തരച്ച കടലക്കറി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ഉണ്ടാക്കാതെ ഒന്ന് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും പിന്നെ ഒരു സവാള ഒന്ന് ചോപ്പ് ചെയ്തതും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ആയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ തേങ്ങ. കളർ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ. പൊടി ഒരുപാട് മൂക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കടല കുക്കറിലേക്ക് മാറ്റി ഒരു 4-5 വിസിൽ കടല ഒന്ന് അടിച്ചെടുപ്പിക്കണം. വെള്ളവും കൂടി ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ വെള്ളത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ തേങ്ങ അരച്ച അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായി കിട്ടും. ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുകി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുക. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഓയിൽ ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണല്ലോ കറി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓയിൽ ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലയും മുളകും എല്ലാം കൂടി പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. ഞാനിനി ഇതൊന്ന് തള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കോംബോ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ കടലക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.